കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. സംഭവബഹുലമായ ഈ ലോകത്തിൽ നാം പാർക്കുന്നതായ സമയത്ത് നമുക്കറിയാം, വിവിധ തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മെ അതിജീവിക്കാറുണ്ട്. ഒരു ചൂടിൻ്റെ വലിയ ഒരു പ്രത്യാഘാതമായിരുന്നു. ചൂട് കഴിഞ്ഞു. ഇപ്പോൾ മഴയുടെ നിരന്തരം മഴ വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയിരുന്നു ഇല്ലേ, നിരന്തരം മഴ വരാൻ തുടങ്ങിയപ്പോൾ അവിടെ പ്രളയം പോലെയായി. അങ്ങനെയുള്ളതായ ഒരു ബുദ്ധിമുട്ടുകളാണ്. എത്രമാത്രം മഴയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും നമുക്കിപ്പോൾ ഉണ്ട്. കാരണം ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, ഏകദേശം 5-6 മാസത്തെ ചൂടിന് ശേഷം ഈ മെയ് മാസത്തിലാണ് നമുക്ക് മഴ വരാൻ തുടങ്ങിയത്. മഴ വരാൻ തുടങ്ങിയപ്പോൾ ശരവറ മഴയുടെ ബുദ്ധിമുട്ടുകൾ നിമിത്തം നമ്മൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഒരവസ്ഥ പോലായി. ഉച്ച കഴിഞ്ഞാൽ മഴ തുടങ്ങും. കാലവർഷത്തിൻ്റെ ഇടവപ്പാതിയുടെ ഒരു ലക്ഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാം മനസ്സിലാക്കുക, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. ഇത് പുസ്തകത്തിൽ പറയുന്നു, യാക്കോബിൻ്റെ ലേഖനത്തിൽ 3.5 വർഷക്കാലം നാട്ടിൽ മഴയില്ലായിരുന്നു, ജലക്ഷാമം ഉണ്ടായി. സാരഫത്തിലെ ആ വിധവയുടെ കാലയളവിലൊക്കെ നാട്ടിൽ വെള്ളമില്ല. മഴ സാരഫത്തിലെ തോട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി ഏലിയാവിനെ പോഷിപ്പിച്ച് ഏലിയാവിന് കുടിപ്പാൻ തക്കണം. അപ്പം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും അറിവില്ലാത്തവരാണ്, ചിന്തയില്ലാത്തവരാണ് ദൈവം ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, കേവല ഓക്സിജൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു വ്യക്തിക്ക് ഓക്സിജനും അതേപോലെ തന്നെ ആഹാരവും കൊടുക്കുന്ന ഒരു കുഴലിൽ കൂടെ ഒരു ദിവസത്തെ കൂലി 1,00,000 രൂപ. ആഹാരവും, ലിക്വിഡായുള്ള ആഹാരവും ഓക്സിജനും മറ്റുള്ളതായ സൗകര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ദിവസത്തെ കൂലി 1,00,000 രൂപ. നമ്മളിൽ ആരും 1,00,000 രൂപ ഒരു ദിവസമോ ഒരു മാസം കൊണ്ടോ സമ്പാദിക്കുന്നില്ല. അപ്പം ദൈവം നൽകുന്ന ഓക്സിജന്, ദൈവം നൽകുന്ന ആഹാരത്തിന്, ദൈവം മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നൽകുന്നതിന് ഒന്നിനും വിലയില്ല. ആദാമിനെ ദൈവം സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി. ദൈവവും അവരുമായിട്ട് ഒരുമിച്ച് ഒരു കുടുംബമായിട്ടുള്ള രീതി പോലെ ആദാമും ഹവ്വായും ദൈവവും ഒരുമിച്ച് ഏദൻ തോട്ടത്തിൽ പെരുമാറി. ഒരു ദിവസം മറ്റൊരു ദിവസം ദൈവം തോട്ടത്തിൽ കടന്നു വന്നു. വരുന്ന സമയത്ത് ആദാമിനെ കാണുന്നില്ല. ആദാമേ ആദാമേ നീ എവിടെയെന്ന് വിളിച്ചു. ആദാം ഒളിച്ചിരുന്നു. ദൈവം കുശലമായിട്ട് അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നാണം വന്നു, ഞാൻ തെറ്റ് ചെയ്തു. അപ്പം ദൈവം ചോദിക്കുന്നു, ഞാൻ പറഞ്ഞ കൽപ്പന നീ ധിക്കരിച്ചോ, അതില്ലാതായോ എന്ന് ചോദിച്ച സമയത്ത് തക്കതായ മറ്റുള്ള മറുപടികളൊക്കെ നമുക്കറിയാം. ദൈവം നമ്മെ നോക്കുന്നതായ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെയും അന്തരീയങ്ങളെയും നമ്മുടെ സകല അവയവങ്ങളെയും സ്കാൻ ചെയ്ത് ദൈവം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതായ കുറവുകൾ, തെറ്റുകൾ ദൈവത്തിന് മനസ്സിലാകും. വീണ്ടും ദൈവം ചോദിക്കുന്നു, നീ എവിടെയാവും? കായീന്റെ സന്ദർഭത്തിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് തൻ്റെ സ്വന്തം അനുജനെ തല്ലിക്കൊല്ലുന്നു, വയലിൽ കൊണ്ടുപോയി. ആദ്യത്തെ കൊലപാതകിയാണ് കായീൻ. ഇത് കാലങ്ങൾ വളരെ പോയിട്ടില്ല, ചരിത്രങ്ങൾ അധികം പോയിട്ടില്ല. നാം മനസ്സിലാക്കണം, ഇന്ന് എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും ചേട്ടൻ അനിയനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, അപ്പൻ മകനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു,
പരസ്പര വിരുദ്ധമായിട്ടുള്ള കൊലപാതകങ്ങളും വിപരീതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഓരോ കാര്യങ്ങളും പോകുന്നത്. അവിടെയും കർത്താവ് പിതാവായ ദൈവം ചോദിക്കുന്നു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ആദമും തെറ്റ് ചെയ്തിട്ട് ഓടിപ്പോയി ഒളിച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോരും നമ്മൾ പറയുമ്പോൾ തെറ്റ് ചെയ്തിട്ട് നമ്മളറിയാതെ അപ്പനും അമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് അവരെന്തേലുമൊക്കെ സൂത്രപ്പണിയുണ്ട് മാറി 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 നടക്കുന്ന സ്ഥലം. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ ഈ ഇന്ന് വായിച്ചതായ 39-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 19:3 എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണം. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ ഞാൻ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാതെ പോലെ. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ മനുഷ്യരൊക്കെയും വെറും ഒരു നിഴലായി നടക്കുന്നു നിശ്ചയം. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തോട് സംസാരിക്കുകയാണ്, എൻ്റെ ആയുസ് എത്ര കാലമാണ്. ദിവസവും പേപ്പറിൽ കാണുന്നു, നമ്മുടെ പരിചയത്തിൽ കാണുന്നു, ഫേസ്ബുക്കിൽ കാണുന്നു, ചെറുപ്പക്കാര് പട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നതായ ഒരു കാലയളവ്. പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ചത്തെന്ന് പറഞ്ഞാലൊന്നും അത് സാരമില്ല, അതൊക്കെ ആകുന്ന പ്രായമാകുമ്പോൾ അവർ മരിക്കും. ഇത് ലോകത്തിൻ്റെ ചരിത്രമാണ്. ഏറെയായാൽ 80, ഇതൊക്കെ നമ്മൾ പറയും. ഞാൻ എത്ര ക്ഷണികനാണ്, എൻ്റെ കാലാവധി എത്രമാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം മെഡിസിറ്റി കിടന്ന ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപയാണ്. മെഡിസിറ്റിയിലും അമ്മയുടെയും ആസ്പത്രിയും മാത്രമേ ഇതിനുള്ള ചികിത്സയുള്ളൂ കേരളത്തിലെ ഈ ചുറ്റുപാടുകൾ. നമുക്ക് ദൈവം ആരോഗ്യവും ആയുസ്സും സൗകര്യങ്ങളും തന്നിരിക്കുന്നു. നമുക്ക് എത്രമാത്രം കർത്താവിനെ സ്നേഹിപ്പാൻ. ഞാൻ എത്ര ക്ഷണികനാണ്, എൻ്റെ കാലയളവ് എത്രമാത്രമാണ്. ഏറെയായാൽ 80, 4 വിരൽ നീളം. 24, 80. ഒരു വിരൽ ഈക്വൽ ടു 20 years എന്നാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം മനസ്സിലാക്കുക, ദൈവം ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ കർത്താവ്, ഞാൻ നിന്നെ ശോധന ചെയ്ത് നിൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു, നിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് എത്രമാത്രം ദൈവത്തിൻ്റെ മുൻപിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ നമ്മൾ അതിനെ അസാൾട്ടായിട്ട് അല്ലെങ്കിൽ ഗൗനിക്കാതെ ചിന്തിക്കുന്നതായ ഒരവസരമാണ്. ക്ഷണികാവസ്ഥ, താൽക്കാലിക അവസ്ഥ. ഈ ക്ഷണിക അവസ്ഥ, നമ്മുടെ താൽക്കാലിക അവസ്ഥയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏജിനോട് 365 പെരുക്കിക്കും. അത്രയും കാലമോ അത്രയും ദിവസങ്ങളോ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളൂ. ഇനി ബാലൻസ്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ബാലൻസ് എത്ര കിട്ടും? ഓരോ ദിവസവും ഓരോ മുക്കിലും മൂലയിലും കൂടെ പോകുമ്പോൾ ഫ്ലെക്സ് വെക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ നമുക്കൊക്കെ അനുവദനീയമാണ്. പത്രമെടുത്ത് നോക്കുമ്പോൾ ഓരോ ചരിത്രങ്ങൾ, നിര്യാതനായവരുടെ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സമയമാണ്. എപ്പോഴാണ് എനിക്ക് വരുന്നത്? നമ്മുടെ ജീവിതത്തെ നമുക്ക് എത്രമാത്രം ക്രമീകരിക്കാൻ സാധിക്കും? സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. നമ്മുടെ ഹൃദയത്തിന് ചൂട് പിടിക്കാറുണ്ടോ?
നമ്മുടെ ഹൃദയത്തിന് തോന്നൽ വരാറുണ്ടോ, ചിന്ത വരാറുണ്ടോ, ഞാൻ അല്പായുസുള്ളവനാണ്. ഇയ്യോബ് പറയുന്നു, സ്ത്രീ പ്രസവിച്ചവൻ അല്പായുസുള്ളവനാണ് എന്ന് പറഞ്ഞാൽ 80 വയസ്സ് വരെ. പഴയ കാലത്താണെങ്കിൽ 1000-ലും മേലോട്ട് മുകളിലേക്കായിരുന്നു മനുഷ്യായുസ്. ഏറ്റവും കൂടുതൽ മെത്തുസലീമാണ് ജീവിച്ചത്. ഇവിടെ നാം കാണുക, ദൈവം നമുക്ക് ഈ ഭൂമിയിലുള്ളത് സകലവും അനുഭവിപ്പാൻ നന്മ തന്നിരിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പോയി. അവരൊരു പള്ളി നടത്തുന്നവരാ. ഒന്നുമില്ലാതെ അധപ്പതിച്ച് കിടന്നതായ പള്ളി, അതിനോടനുബന്ധിച്ചുള്ളതായ രീതികളും ചിന്തിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇത്രത്തോളം അവരെ ദൈവം അനുഗ്രഹിച്ചു. അവരുടെ കോൺട്രിബ്യൂഷൻ, വലിയൊരു സ്ഥലം വാങ്ങി, വലിയൊരു കെട്ടിടം ഉണ്ടാക്കി, ഇഷ്ടംപോലെ AC വെച്ചു, ഇഷ്ടംപോലെ വഴി, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പണ്ടത്തെ അച്ചായന്മാരൊന്നും അല്ല. അവർ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തുടങ്ങി. അവരും അവരുടെ മക്കളും ആൾക്കാരും മുഴുവനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ധാരാളമായിട്ട്. കാരണം കുറച്ച് കാലം മാത്രമല്ല ഈ നാട്ടിലുള്ളൂ. ഇപ്പോൾ നമ്മൾ വാടക വീട്ടിൽ ഇരിക്കുന്നത് പോലെ നമ്മുടെ താൽക്കാലികമായുള്ള വീട്ടിലിരിക്കുന്നു. നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം നമ്മൾ ഗെറ്റിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് സമയത്തും പേർ വിളിക്കുന്ന നേരം നമ്മൾ അവിടേക്ക് പോകണം. ദൈവത്തിൻ്റെ ദൂതന്മാർ കാവലായി നിൽക്കുവാണ്. പിശാചിൻ്റെ ദൂതന്മാർ അതുപോലെ കാവലായിട്ട് നിൽക്കുക, നമ്മളെ തള്ളിയിടാൻ. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, എടാ പത്രോസ, നീ നോക്കിക്കോ, നിന്നെ പാറ്റിക്കളവാൻ തക്കവണ്ണം അവർ റെഡിയായിരിക്കുക. ഇത് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ്. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നറിയേണ്ടതിന് ഊടാടി സഞ്ചരിക്കുകയാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിന്നെ പാറ്റിക്കളവാൻ അവരാഗ്രഹിക്കുക. ഇവിടെ പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് തീ പിടിച്ചു. ചൂട് പിടിക്കുക എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുന്ന ചൂടല്ല, ഫെർവൻ്റ് ഇൻ സ്പിരിറ്റ്, എരിവുള്ളവരായിട്ട്. നമുക്കറിയാം, നമുക്ക് വലിയ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യണം, എങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടണം എന്ന് വിചാരിച്ച് ചൂട് പിടിച്ച ചിന്താഗതി ദൈവസന്നിധി. കായീൻ ഹാബേലിനെ കൊല്ലുന്ന സമയത്ത് അവൻ അത്ര ചൂടൊന്നുമില്ല. എന്നേക്കാൾ കൂടുതൽ ദൈവത്തിന് നീ കൊടുത്തോ എന്നാൽ നിന്നെ കാണിച്ചു തരാം. വയലിൽ കൊണ്ടുപോയി, അവൻ കൃഷിക്കാരനായിരുന്നു, തല്ലിക്കൊല്ലുന്നു. ഞാൻ പലപ്പോഴും ഇന്നലത്തെ പേപ്പറിലൊരു കാര്യം കണ്ടു, സിദ്ധാർത്ഥൻ്റെ കാര്യം കണ്ടപ്പോൾ അത് സിദ്ധാർത്ഥൻ മരിച്ചു, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് പോയി. ഇവിടെ തീ കത്തുന്ന രീതിയിലായിരുന്നു. ഒരു ഡോക്ടറെ കുത്തിക്കൊന്നു കൊട്ടാരക്കര. വലിയ കേസും വലിയ ഇതായിരുന്നു. അതൊക്കെ നൂലാമാല പോലെ ഒന്നുമില്ലാത്തതായ ഒരു അവസ്ഥ പോലെ ആയിപ്പോയി. ലോകപ്രകാരമുള്ള ആൾക്കാർക്ക് ഇപ്രകാരം പലപ്പോഴും സംഭവിക്കുന്നു. ദൈവമക്കൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ ചുറ്റും കാവലാണ്. ദൈവ പൈതങ്ങൾക്കാണ് ആ കാവലുള്ളത്. ഒരു വ്യക്തി വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ അവൻ രക്ഷ പ്രാപിക്കുന്നതിൻ്റെ ആവശ്യം അവനെ മനസ്സിലാക്കി തരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവഭക്തരെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും ദൈവദൂതന്മാരുടെയും കാവലിലും ചുറ്റുപാടിലും അവൻ ജീവിക്കുന്നു. സമയമാകുമ്പോൾ ദൈവദൂതൻ ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയതുപോലെ ഇവിടെ നിന്ന് പ്രമോട്ട് ചെയ്തു കൊണ്ടുപോകുക. പിശാച് റെഡിയായി നിൽക്കുന്നു. ആരെ വിഴുകണം, ആരാണ് എന്നെ സംഘത്തിൽ വരേണ്ടത്. ഇത് വായിച്ച എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരിക്കൽ പ്രകാശനം കിട്ടി, അവരെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ റിക്കവറാക്കാൻ പറ്റും.
ഞാൻ ഈ ആഴ്ച 2-3 പേരോട് സംസാരിച്ചു. ദൈവഭാഗത്തു നിന്ന് അവർ പിന്മാറി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റപ്പെടുന്ന സമയത്ത് നാം മനസ്സിലാക്കണം, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. അവൻ ക്രൂശിൽ ധാരധാരയായിട്ട് ഒഴുകി അവൻ്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇവിടെ പറയുന്നു, എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. നമ്മുടെ ചിന്തയിൽ തീ കത്തണം. കാരണം ക്ഷണികാവസ്ഥ, താൽക്കാലികാവസ്ഥ. ഇവിടുന്ന് വേർപെട്ടു പോകാൻ ഗെറ്റിംഗ് റെഡിയാണ് എല്ലാവരും, ഇന്നല്ലെങ്കിൽ നാളെ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇവിടെ ഇരിക്കുന്ന ഞാനോ വിൽസനോ സുന്ദരോ നാരായണേട്ടനൊക്കെയാണ്. അല്ല, അതിനേക്കാൾ മുന്നേ ദൈവം ഓരോരുത്തർക്കും സമയം വെച്ചു. 103 ആൾക്കാർ വയസ്സുള്ളവരൊക്കെ ഓരോരുത്തരും വളരെ പേപ്പറിൽ ഒരു പ്രത്യേകത കാണിച്ചു കൊടുക്കണം. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിട്ട്, സമാധാനമുള്ളവരായിട്ട്, ഹൃദയത്തിൽ ചൂട് പിടിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലെ എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. നീ ദൈവവചനം വായിക്കുമ്പോൾ നിനക്ക് എരിവുണ്ടാകണം. വായിച്ചാലല്ലേ എരിവുണ്ടാവൂ, വായി തുറന്നാലല്ലേ പാടൂ. നമ്മുടെ എരിവ് എത്രയാണെന്ന് മാത്രം. നമ്മുടെ പണമുണ്ടാക്കാനും കഷ്ടപ്പെടാനും ജീവിക്കാനും വളരെ എരിവാണ്. ദൈവത്തിന് വേണ്ടി വായി തുറക്കാൻ നമുക്ക് എത്ര സാധിക്കും? പഴയ നിയമകാലത്ത് വായി തുറക്കാതെ, ദൈവത്തിന് വേണ്ടി വായി തുറക്കാതെ വന്നപ്പോൾ ആരാ വായി തുറന്നത്? കഴുത. നമ്മളെ കർത്താവിൻ്റെ കഴുതയാണെങ്കിൽ മാത്രമേ വായി തുറക്കാൻ സാധിക്കൂ. കർത്താവ് കഴുതമേൽ കയറി യാത്ര ചെയ്തു. ആ എളിമത്തൻ്റെ മേൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കാണിക്കുകയാണ്. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. നമുക്ക് എത്രമാത്രം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച് നിത്യജീവനിലേക്ക് കടന്നു പോകാൻ നമുക്ക് എത്രമാത്രം താല്പര്യം. പിതാവായ ദൈവം ചോദിക്കുന്നു, നീ എവിടെയാണ്? ഏലിയാവ് പറയുന്നത്, ഞാൻ ചൂരച്ചെടിയുടെ ചോട്ടി കിടക്കുക. ആദമും ഹവ്വായും പറഞ്ഞു, ഞങ്ങൾ ഒളിച്ചോടിയതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ദൈവത്തിൻ്റെ മുൻപിൽ എത്രമാത്രം നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു? ദൈവകരങ്ങളിൽ നമ്മളെ എത്രമാത്രം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു? ഈ ഭൂമിയിൽ ഇതിലുള്ള സകല പണികളും കത്തി എരിയാൻ പോകുന്ന കാലം സമീപിച്ചിരിക്കുകയാണ്. ഈ വലിയ ചൂട് 5-6 മാസം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഏകദേശമൊക്കെ എത്തിയില്ല. ദൈവം നമ്മളോട് കനിവ് തോന്നി. നമ്മുടെ ഹൃദയത്തിന് ചൂട് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ കുടുംബവും, യോശുവ പറയുന്ന രക്ഷയിലേക്ക് കടന്നു വരണം. ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ഇവിടെ ഈ പ്രദേശത്തെങ്ങ് നിൽക്കരുത്, ഇവിടെ ഒന്ന് ഓടിപ്പോയിക്കോളും. ലോത്തിനോടും ഭാര്യയോടും കുടുംബത്തോടും പറയുന്നു, ഈ പ്രദേശത്തെങ്ങ് നിൽക്കരുത്, ഇത് മുഴുവനും കത്തിച്ച് കളയാൻ പോവുകയാണ്. ലോത്തിനോട് ഒരു കാര്യം കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞു, നിനക്ക് ആരെങ്കിലും ഇവിടെ സ്വന്തക്കാരോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരോടും കൂടെ ചെന്ന് പറയണം. ഈ വയസ്സനായ ലോത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, ഈ കിഴവന് വട്ടാണ്, ഈ കിഴവന് ഭ്രാന്താണ്, ഇങ്ങനൊന്നും സംഭവിക്കില്ല. നോഹയുടെ കാലത്ത് പറഞ്ഞു വെള്ളപ്പൊക്കവും, മഴ അറിയാൻ വയ്യാത്ത കാലത്ത് വെള്ളപ്പൊക്കവും. ലോത്തിൻ്റെ കാലത്ത് പറഞ്ഞു, അയാളെന്തൊക്കെയോ പറയുന്നു, ഇതൊന്നും സംഭവിക്കയില്ല. അവിടെ നിന്ന് തൻ്റെ ഭവനത്തിൽ വന്നു. നേരം പുലരാറായ സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി നാം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തിടുക്കത്തോടെ വേമാന്നും കൈക്ക് പിടിച്ചു. അയാളുടെ ഭാര്യയും 2 പെൺമക്കളെയും പിടിച്ചുകൊണ്ട് ഓടിക്കും. ഓടുന്ന സമയത്ത് സോവാറിലേക്ക് പോകുമ്പോൾ സ്വന്തം ഭാര്യ തിരിഞ്ഞു നോക്കി 30 തൂണായിട്ട് പോയി. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നത് മനസ്സിലാക്കണം.
നീ എവിടെയെന്നാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡിങ് പോയിന്റ് എവിടെ? നമ്മൾ എവിടെയാണ്? നമുക്ക് എത്രമാത്രം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രമാത്രം നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാൻ സാധിക്കും. ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം എവിടെയാണ്? യോനയെ വിളിച്ചു, അവൻ തർസീസിലേക്ക് കപ്പൽ കയറി പോകുന്നതിന് പകരം നിനവയിലേക്ക് പോകുന്നതിന് പകരം തർസീസിലേക്ക് കപ്പൽ കയറിപ്പോയി. നമ്മുടെ ഡൈവേർട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുവാണെങ്കിൽ, ജീവിതം ഡൈവേർട്ട് ചെയ്യുവാണെങ്കിൽ, ദൈവസന്നിധിയിൽ നമ്മൾ അകലുവാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നമ്മെ അടിക്കും എന്നുള്ള കാര്യം ദൈവഭക്തന്മാരായിട്ടുള്ള പല ആൾക്കാരുടെ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു. ഹൃദയത്തിന് ചൂട് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആദായപ്പെട്ട് കർത്താവിന് പ്രയോജനമുള്ളവരായി ജീവിച്ചാൽ നിത്യതയിൽ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും അവിടെ കാണും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇപ്പോൾ ഒരു ചെറിയ പാട്ട് പാടും, അതിനുശേഷം വിൽസൺ അപ്പച്ചൻ സംസാരിക്കുന്നത്. ഇത്രത്തോളം നിൻ കൃപ